പിന്നെ വേറെയും ആൾക്കാരുണ്ട് എന്നുള്ളത് ഭയങ്കര ഞെട്ടിയുന്ന സംഭവം തന്നെയാണ്. ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാനെ. അതിലൊരുത്തൻ ഒരു വിവരവും വെള്ളിയാഴ്ചയും വിദ്യാഭ്യാസവും തലയിൽ തീട്ടും ഉള്ള ഒരുത്തൻ കയ്യും കാലും വിറച്ചിട്ട് പാടില്ല, ആകെ ഒരു കുളിര് പറയുന്ന ഒരു സാധനമാണ് പിന്നെ ജിൻഡോ ചേട്ടനെ കുറിച്ച്. ജിൻഡോ ചേട്ടൻ എന്തത് കാണുമ്പോ തന്നെ ഛർദിക്കാൻ മുട്ടുന്നു, കറുത്തിട്ട് പിന്നെ ജാസ്മിൻ ആണെന്നുണ്ടെങ്കിൽ കുളിക്കും നനയും നഖം തിന്നും അങ്ങനെ പിന്നെ മൂക്ക് ചീറ്റും എന്നൊക്കെ അല്ല, അങ്ങനത്തെ അത് സൈഡ് വെച്ച് വെളുത്തിട്ടല്ലേ. കളിയാക്കണ്ട, ചേട്ടവും വഴിപാടൊന്നും ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. നല്ല സുന്ദരിയല്ലേ വെളുത്തിട്ട്. അപ്പൊ പിന്നെ മൂക്കട്ടയും പിന്നെ കാലനഖവും കുളിക്കലില്ലായ്മയും പിന്നെ ചീറ്റിംഗ് ഒക്കെ നമുക്ക് മറക്കാം. ഞാനുണ്ടല്ലോ യൂട്യൂബിൽ ബ്യൂട്ടി ടിപ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു പെണ്ണാണ്. പക്ഷെ ജിൻഡോ കറുത്തിട്ടായതുകൊണ്ട് ഒന്നും കപ്പ് തൊടാൻ പോയിട്ടുണ്ടല്ലോ. ഞാൻ പോവില്ല, ഞാൻ പോയാലെങ്ങനെ എനിക്ക് ചില കാര്യങ്ങളെ കൂടെ ചെയ്തു തീർക്കാനുണ്ട്. ഇവന്റെ അണപ്പല്ല് പൊളിക്കാൻ ആളില്ലെന്ന് ഞാൻ ചോദിക്കുന്നത്. എടാ നീ തീട്ടാന്നോടാ തിന്നുന്നേ? ആ പറഞ്ഞോ നിന്റെ കിണത്തിലിട്ടൊന്ന് തന്നാലുണ്ടല്ലോ നീ ഇവിടെ മുഴുവൻ നീയൊക്കെ എന്തായാലും എന്റെ വീഡിയോ കാണുന്ന എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം അങ്ങനെ ഫാൻസ് ഇല്ല നിങ്ങള്. പോട്ടെ, എല്ലാം തൊലഞ്ഞു പോട്ടെ. ഇവിടുത്തെ സ്ഥിതി അന്നന്ന് വഷളായിക്കൊണ്ട് വരികയാണ്. ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ. നീ ഇപ്പം ഈ നിറത്തിനെ പറഞ്ഞല്ലോ, നിനക്ക് നാളെ എന്തെങ്കിലും പറ്റി നീ വിചാരിച്ചോ? എന്തെങ്കിലും ഒരു അസുഖമോ അല്ലെങ്കിൽ ആക്സിഡന്റോ? മിസ്റ്റർ മേനവൻ, നിങ്ങൾക്കിത് ചോദിക്കാനായിട്ട് എങ്ങനെ ധൈര്യം വന്നു? നിന്നെ കൺസൾട്ട് ചെയ്യാൻ വന്ന ഡോക്ടറിന് ഒരു അല്പം നിറം കുറവാണെന്ന് വിചാരിച്ചോ? നീ ആ ഡോക്ടറിനെ മുഖത്ത് നോക്കി പറയോടാ, എന്നെ ചികിത്സിക്കണ്ട, ഞാൻ തട്ടിപ്പോയാലും പ്രശ്നമില്ല. കറുത്ത ഒരാൾ എന്റെ മേത്ത് തുടർന്ന് നീ പറയോ? അത് ഉത്തരം പറ. അത് നീ ഇപ്പൊ ചോദിച്ചത് ഒരു ആദ്യം ഊണ ആൻസറാ. താൻ സബ്സ്ക്രൈബ് ചെയ്തോ? യെസ് സർ. ഇവനോ? ചെയ്യിച്ചു സർ. ബെല്ലൈക്കൺ ഞെക്കിന്ന് പറടാ. സർ.